respected dignitaries of the dais, Sayyid Umar, Jareed Nagar, we are so happy that we are here to initiate the Alif Day today. തുലാത്തുമ്പികളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടോ? തുലാത്തുമ്പികളെ കുറിച്ച് തുമ്പികളെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. തുമ്പികൾ ഉമ്മയുടെ വല്യുമ്മയുടെ കൈപിടിച്ച് പാടവരമ്പലും പറമ്പിലുമൊക്കെ മഴക്കാലം വരുന്നതിന് മുമ്പ് തുമ്പികളെ കാണിച്ചു കൊടുക്കാൻ നമ്മൾ ഒരുപക്ഷെ ഉമ്മമാരൊക്കെ പോയി കാണും അല്ലേ? ഈ തുമ്പികൾ ഇവിടെ എത്തുന്നത് വലിയൊരു അത്ഭുതവും പ്രതിഭാസവുമാണ്. ഈ തുലാത്തുമ്പികൾ മഴക്കാലം വരുന്നതിന് മുമ്പ് നിറയെ തുമ്പികൾ വരും. ആ തുമ്പികൾ വരുന്നത് അറേബ്യൻ കടൽ താണ്ടി, മരുഭൂമികൾ താണ്ടി, ആഫ്രിക്കൻ കോണ്ടിനെന്റിൽ നിന്നാണ് ഈ തുമ്പികൾ ഇവിടെ വന്ന് മുട്ടയിട്ട് പ്രജനനം നടത്തി അവരിവിടെ അവിടെ നശിച്ചു പോകും. പക്ഷെ ഈ മുട്ട വീണ്ടും വിരിഞ്ഞ് ഇതേ തുമ്പികൾ അടുത്ത മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പായി ഈ കാറ്റിന്റെ ദിശയിൽ മണിക്കൂറുകൾ കൊണ്ട് ഏകദേശം 110 മണിക്കൂറുകൾ കൊണ്ട് തിരിച്ച് അടുത്തൊരു കാലഘട്ടത്തിൽ അവിടെ തിരിച്ച് ആഫ്രിക്കയിൽ എത്തുകയും ചെയ്യും. വലിയൊരു അത്ഭുത പ്രതിഭാസമാണല്ലേ. അങ്ങനെ ഒരിക്കലും ഞാൻ തുമ്പിയെ കണ്ടപ്പോൾ 2ാം ക്ലാസ്സിലെ കുട്ടികളോട് ഈ കഥ പറഞ്ഞു. തുലാത്തുമ്പികളുടെ കഥ. ആഫ്രിക്കയിൽ നിന്ന് തുടങ്ങി നമ്മുടെ ഇന്ത്യ രാജ്യത്ത് കേരളത്തിൽ ഈ ചെമ്പാട് എത്തിയിട്ടുള്ള തുമ്പി ഇവിടെ മുട്ടയിട്ട് മഴ കൊണ്ട് പറക്കാനാവാതെ അവസാനിക്കുമ്പോൾ ഈ മുട്ട വിരിഞ്ഞ് വീണ്ടും ഈ തുമ്പികൾ തിരിച്ച് ആഫ്രിക്കയിലോട്ടാണ് പറക്കുന്നത്. ഞാൻ ഈ കുട്ടികളോട് ചോദിച്ചു, ഈ കഥ രസകരമായിട്ട് കുട്ടികളുടെ ഭാഷയിൽ പറഞ്ഞു കൊടുത്തിട്ട് അവരോട് ചോദിച്ചു, ആരാണ് ഈ പുതിയ ജനിച്ച തുമ്പിയുണ്ടത്? ആരാണ് ഇവരോട് പറഞ്ഞു കൊടുത്തത് തിരിച്ചങ്ങോട്ട് പറക്കേണ്ടതുണ്ട്? വയലിലും പാടവരമ്പത്തും വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ തുമ്പികൾ മുട്ടയുണ്ട്. അവരെ അമ്മയും ഉമ്മയൊക്കെ നശിച്ചു പോയിക്കണം. ആരാണ് ഈ തുമ്പികൾക്ക് പറഞ്ഞു കൊടുത്തത് അങ്ങോട്ട് പറന്ന് തിരിച്ചു പോകേണ്ടതുണ്ട്? അപ്പൊ അതിലൊരു കുസൃതി ഇങ്ങനെ ഇടം കണ്ടിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, ഒരു തുമ്പി അന്ന് പറന്നു പോയിട്ടില്ലായിരുന്നു, ഒരു തുമ്പി അന്ന് അവിടെ ഉണ്ടായിരുന്നു. ആ തുമ്പി എല്ലാവർക്കും പറഞ്ഞു കൊടുത്താണ് അടുത്ത മഴക്കും നിങ്ങളൊക്കെ തിരിച്ചു പറക്കേണ്ടതുണ്ട്. ഇവിടെ ഈ പ്രകൃതിയുടെ ഈ ഒരു പ്രതിഭാസത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു വലിയ ആത്യന്തിക സത്യം, നമ്മുടെ ഒരു പകർപ്പായിരിക്കും ജനറ്റിക്കലി കോഡഡ് ആയിട്ടുള്ള, സിംഗിൾ ജീനിൽ വരുന്ന ജനറ്റിക്കലി കോഡഡ് ആയിട്ടുള്ള നമ്മുടെ ഒരു പകർപ്പായിരിക്കും നമ്മുടെ മക്കൾ. നമ്മുടെ എല്ലാ സ്വഭാവ വിശേഷങ്ങളും അവർക്കുണ്ടാവും. നമ്മുടെ ദേഷ്യവും ശാഠ്യവും വാശിയും ഒക്കെ അവർക്കുണ്ടാവും. നമ്മളിങ്ങനെ നിരീക്ഷിച്ചാൽ മനസ്സിലാക്കുന്നത് നമ്മുടെ ഒരു കോപ്പിയായിരിക്കും. പക്ഷേ നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മളെക്കാൾ മികച്ചവനാവാനാണ്. എന്നെ പോലെ ആവാനാണോ? എന്റെ കുട്ടി എന്നെ പോലെ ആവാനാണോ ഞാൻ ആഗ്രഹിക്കുക? അല്ല, എന്നേക്കാൾ മികച്ചവനാവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും അങ്ങനെയല്ല ആഗ്രഹിക്കുന്നത്. എന്റെ പേരക്കുട്ടി അല്ലെങ്കിൽ എന്റെ മകൾ എന്നേക്കാൾ മികച്ചവനാവണം, എന്നേക്കാൾ നല്ല സൽസ്വഭാവം ഉണ്ടാവണം, സമൂഹത്തിൽ ഉന്നത സ്ഥാനം വേണം. നാളെ ഞാൻ മരിച്ചു ചെല്ലുമ്പോൾ എന്റെ കബറിൽ വന്ന് ഖുർആനെടുത്ത് ഓതാനും ആ മകൻ വേണം എന്നതായിരിക്കും നമ്മളൊക്കെ ആഗ്രഹം. അങ്ങനെയായിരിക്കും. നമ്മളെക്കാൾ മികച്ചവരാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അനുഭവിക്കാത്ത, നമ്മൾ കടന്നു പോകാത്ത മികച്ച അന്തരീക്ഷം അവർക്ക് നൽകേണ്ടതുണ്ട്. നമുക്കറിയാം, പ്രവാചക വചനങ്ങൾ, കുട്ടികൾ നിഷ്കളങ്ക പ്രകൃതിയിൽ ജനിക്കുന്നു, അവരെന്തായി തീരണമെന്ന് പിന്നീട് തീരുമാനിക്കുന്നത് അവരുടെ മാതാപിതാക്കളാണ്.
ഒരുപാട് വിഖ്യാതമായ മനഃശാസ്ത്രജ്ഞരുടെ ഹെയ്ൻ ഗിരോൾഡ് എന്ന പ്രശസ്തനായ ഒരു മനഃശാസ്ത്രജ്ഞന്റെ വാക്കുണ്ട്. ചിൽഡ്രൻ ആർ ലൈക്ക് വെറ്റ് സിമെന്റ്, whatever falls on them will make an impression. കുട്ടികൾ നനഞ്ഞ സിമെന്റ് പോലെയാണ്. എന്താണ് അതിൽ പതിയുന്നത് അതവിടെ ഇംപ്രഷനായിട്ട് അവിടെ ഒരു പതിഞ്ഞ് തന്നെ അവിടെ കിടക്കും. മാത്രമല്ല നമുക്കത് ചൈൽഡ് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്, ഒരുപാട് വിഖ്യാതമായിട്ടുള്ള ചൈൽഡ് സൈക്കോളജിസ്റ്റുകൾ മരിയ മോണ്ടിസോറിയെ പോലെ വിപുലമായ സംവിധാനങ്ങൾ, ഇന്ന് ലോക പ്രശസ്തമായ സംവിധാനങ്ങളിൽ അവരെല്ലാവരും പറയുന്നത് കുട്ടികൾ അബ്സോർബന്റ് മൈൻഡ് എന്നാണ്. അബ്സോർബന്റ് മൈൻഡ്, ഒരു പഞ്ഞി എങ്ങനെയാണോ വെള്ളം വലിച്ചെടുക്കുന്നത് അതുപോലെ പരിസരത്തിൽ നിന്നും അവർ വലിച്ചെടുക്കുന്നത്. അപ്പൊ അവർക്ക് ചുറ്റുമുള്ള അന്തരീക്ഷം അതിൽ നിന്നാണ് അവരെ രൂപപ്പെട്ടു വരുന്നത്. ഏറ്റവും നല്ല അന്തരീക്ഷം നമ്മൾ സൃഷ്ടിച്ച് നൽകേണ്ടതുണ്ട്. ചെറുപ്പത്തിൽ തന്നെ കുട്ടിയുടെ മനസ്സ് ശുദ്ധിയാക്കുകയും മനസ്സ് ശുദ്ധീകരിക്കുകയും അച്ചടക്കം ശീലിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ കൗമാരത്തിന്റെ വികൃതികൾ അവരിൽ ഉണ്ടാവാം, വളർച്ചയുടെ ഘട്ടത്തിൽ വികൃതിയൊക്കെ അവരിൽ ഉണ്ടാവാം. പക്ഷെ മുതിർന്ന ഒരാളാകുമ്പോൾ നിങ്ങളെ അനുസരിക്കുന്ന ഒരാളാവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വളർച്ചയുടെ ഈ ഒരു പ്രധാന ഘട്ടത്തിൽ ഇന്ന് ന്യൂറോ സയൻസ് പറയുന്നത് 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ബ്രെയിൻ തലച്ചോറിന്റെ വികാസം 90% പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ്. എക്കാലത്തും കാണാത്ത രീതിയിൽ ഈ ഒരു 10, 12, 14 വർഷത്തിന് ശേഷം പണ്ടെങ്കിലും കാണാത്ത രീതിയിൽ ഇന്ന് KG വിദ്യാഭ്യാസം നിർബന്ധമായും എല്ലാ സ്കൂളിലും എല്ലാ സ്ഥാപനങ്ങളിലും ഇന്ന് KG ഉണ്ടായിരുന്നു. പണ്ടൊക്കെ ഞാനൊക്കെ പഠിക്കുന്നത് നാമമാത്രമായ അംഗൻവാടികൾ ഉണ്ടായിരുന്നുള്ളൂ. LKG UKG സംവിധാനങ്ങളില്ല. ഇത്തരം പഠനങ്ങളാണ് ചിട്ടയായ രീതിയിൽ അവരെ പരിശീലിപ്പിക്കേണ്ടതുണ്ട് എന്ന ഇത്തരം ആശയങ്ങളും കണ്ടെത്തലുകളുമാണ് ഇത് വ്യാപിപ്പിക്കാൻ കാരണം. ഇത് ഒരു കൂട്ടുത്തരവാദിത്വമാണ്. ഉമ്മ അതിൽ ചെയ്യേണ്ട റോളുകളും അധ്യാപകർ ചെയ്യേണ്ട പങ്കുകളും സ്കൂൾ അതിൽ ചെയ്യേണ്ട പങ്കുകളും. അപ്പോഴേ ഈ കുട്ടിക്ക് ഏറ്റവും മികച്ച ഭാവി ഉണ്ടാവാൻ ഒരുമിച്ച് കൈകോർത്തുകൊണ്ട് ഊഷ്മളമായ ബന്ധം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ഈ കുട്ടിയുടെ ഭാവി മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഒരു ചെറിയൊരു പാരന്റിംഗ് ടിപ്സ് ഞാൻ പറയുന്നു. നിങ്ങൾ എല്ലാ ദിവസവും ഒരു പുസ്തകം എടുത്തിട്ട് എല്ലാ ദിവസവും നിങ്ങളെ കുട്ടി ചെയ്ത ഏറ്റവും മികച്ച നല്ല 3 കാര്യങ്ങൾ ആ മോനെ വിളിച്ചിട്ട് അവരെ അടുത്തിരുത്തിയിട്ട് അവർ ചെയ്ത നിങ്ങൾക്ക് സന്തോഷമുണ്ടായ ഈ മികച്ച 3 കാര്യങ്ങൾ ഒരു ഡയറിയിൽ നിങ്ങൾക്ക് വിളിച്ചു വെച്ചു. എന്നിട്ട് കുട്ടിയോട് പറയൂ, മോനിൽ നിന്ന് ചെയ്തപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ടായി. അവർ നിഷ്കളങ്ക പ്രകൃതിയിൽ എന്ന് പറഞ്ഞാൽ വെറുതെ അല്ല. എത്രത്തോളം എന്നാൽ നിങ്ങൾക്കിത് പരീക്ഷിച്ച് നോക്കാം. കുട്ടി ഉറങ്ങുമോ? ഇവർക്ക് ഒരു പൂച്ചുറക്കുന്നില്ലേ? നമ്മൾ ഉറങ്ങിയെന്ന് വിചാരിച്ച് നാളെ ഉറങ്ങിയിട്ടുണ്ടാവില്ല. ഉമ്മ തിരിഞ്ഞാൽ കണ്ണിങ്ങനെ തുറക്കും. ഉമ്മമാർക്കിത് പരീക്ഷിച്ച് നോക്കാം. ഉറങ്ങിയ ആള് ചെറുവരലിങ്ങനെ ഇളക്കും എന്ന് പറഞ്ഞു നോക്കുള്ളൂ. ഉറങ്ങിയ കുട്ടി ചെറുവരലിങ്ങനെ ഇളക്കും എന്ന് ഈ 3.5 വയസ്സുകാരൻ്റെ പറഞ്ഞു നോക്കുള്ളൂ. ഉറങ്ങാത്ത ഈ കുട്ടി ഇങ്ങനെ ഇളക്കുക ചെറുവരൽ. അത്രത്തോളം നിഷ്കളങ്കനാണ് അവർ. ഇളക്കും നിങ്ങൾ പരിശോധിക്കാം, അവരിങ്ങനെ ഇളക്കും. ഇത് ഉമ്മ ഞാൻ ഉറങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനാണെന്നും ഇപ്പൊ ഞാൻ ചെറുവരൽ ഇളക്കാൻ പാടില്ലെന്നും എന്ന ഒരു ബോധ്യം അവരിൽ ഉണ്ടായി വരാനുള്ള സമയമായിട്ടില്ല. അത്രത്തോളം നിഷ്കളങ്കരായിരിക്കും കുട്ടികൾ. ഈ ഖുർആനിൽ പറഞ്ഞത്, ഇവർ സൈക്കോളജിസ്റ്റുകൾ പറഞ്ഞത് ഒരു വെറുതെ പറഞ്ഞതല്ല, നിഷ്കളങ്ക പ്രകൃതിയിൽ തന്നെയാണ്. നമ്മൾ എന്താണ് അവർക്ക് നൽകുന്നത് അതായിരിക്കും അവരെ രൂപപ്പെടുത്തുന്നത്. ഇതിൽ നിതാന്ത ജാഗ്രത നമുക്ക് അനിവാര്യമാണ്. സ്കൂളിൽ ഓരോ നിയമങ്ങൾ എല്ലാ ദിവസവും അധ്യാപകങ്ങൾ മുടക്കാതെ ഇവിടെ വരണം എന്ന് നമ്മൾ നിർബന്ധം പിടിക്കുന്നതും ഓരോ ദിവസവും ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ആ കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള ഘട്ടങ്ങളുടെ ഭാഗമാണ്. അധ്യാപനം മുടക്കാതെ ഇവിടെ അവരെ പറഞ്ഞു വിടുന്നത് ഓരോ നിർദ്ദേശങ്ങളും കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള ഘട്ടങ്ങളും തീരുമാനങ്ങളുമാണ്. ലക്ഷ്യം ഒന്ന് മാത്രമാണ്, മുന്നിലിരിക്കുന്ന കുട്ടി ഏറ്റവും മികച്ച ഒരു നല്ല പൗരനായി
നല്ല മകനായി വരേണ്ടതുണ്ട്. മുതിർന്നവരെ ബഹുമാനിക്കുന്ന, ചെറിയവരോട് കരുണ കാണിക്കുന്ന, ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന, നല്ല സമൂഹത്തിൽ നല്ല സൽപ്പേരുള്ള, നന്നായിട്ട് സംസാരിക്കുന്ന നല്ലൊരു പേരക്കുട്ടിയായി, മകനായി, മകളായി വരേണ്ടതുണ്ട്. അതാണ് ഇതിന്റെ ആത്മീക ലക്ഷ്യം. ആ തരത്തിലാണ് ഈ ഒരു സംവിധാനം ക്രമീകരിച്ചിട്ടുള്ളത്. നാളെ ഇവരെ ആദ്യത്തെ ദിവസം വരവേൽക്കാൻ ഞങ്ങളൊക്കെ സജ്ജരാണ്. ഞാൻ പറഞ്ഞത് ഇതൊരു കൂട്ടുത്തരവായിട്ടാണ്. നമുക്ക് ഒരുമിച്ച് വേണം അത് ചെയ്യാൻ. നമുക്കറിയാം, ഒരു ചെടി ഒരു മണ്ണിൽ നിന്നും പറിച്ചു നടുമ്പോൾ അത് വേര് പിടിക്കാൻ കുറച്ച് സമയമെടുക്കും. ഉമ്മയുടെ മടിത്തത്തിൽ നിന്നും 3.5 വയസ്സുകാരനെ സ്കൂളിലോട്ട് പറിച്ചു നടുമ്പോൾ നമ്മളൊരു പക്ഷേ ഈ രാവിലെ മനസ്സൊന്ന് കല്ലാക്കി തിരിച്ചു പോകേണ്ടി വരും. നമ്മുടെ സാന്നിധ്യം ഒരുപക്ഷെ ആ കുട്ടിയെ ഇതിലോട്ട് ക്രമപ്പെടുത്തുന്നതിൽ വലിയ പ്രയാസങ്ങളുണ്ടാകും. ഈ ഒരു നാളെ ഇവരെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ടീച്ചറുടെ കൈകളിൽ അവർ സുരക്ഷിതമാണ്. ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാവരും വഴങ്ങേണ്ടതുണ്ട്. ഒരുപക്ഷെ നമുക്കറിയാം കുറച്ചൊരു പ്രയാസം ഉണ്ടാവും, അല്ലേ? നമ്മുടെ കുട്ടി വീട്ടിൽ നിന്ന് ഉമ്മാന്റെ കയ്യിൽ നിന്ന് സ്കൂളിലോട്ട് വരുമ്പോൾ ആ ഉമ്മയുടെ മനസ്സിന്റെ വെമ്പൽ മനസ്സിലാക്കാതല്ല ഞാൻ സംസാരിക്കുന്നത്. പക്ഷെ ഇതിലോട്ട് ഈ ഒരു സാഹചര്യത്തിലൂടെ അവരെ ക്രമപ്പെടുത്തേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. അപ്പൊ മനസ്സൊന്ന് കല്ലാക്കി നിങ്ങൾ തിരിച്ചു പോവേണ്ടതുണ്ട്. അതുപോലെ മറ്റു നിർദ്ദേശങ്ങളെല്ലാം വൈസ് പ്രിൻസിപ്പൽ നിങ്ങൾ അറിയിക്കും. ഇതെല്ലാം ശ്രദ്ധയോടെ കേട്ട് ഏറ്റവും നല്ല തുടക്കം നന്നായാൽ ഒടുക്കം നന്നായി എന്നുള്ളത്. തുടക്കം നന്നായാൽ ഒടുക്കം നന്നാവും. അപ്പൊ ഈ കള്ളമില്ലാത്ത പിള്ള മനസ്സിൽ കല്ല് പോലെ കോറിയിടും നാം പഠിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും. ഏറ്റവും മികച്ച അനുഭവങ്ങൾ അവർക്ക് നമ്മൾ സമ്മാനിക്കേണ്ടതുണ്ട്. തുടങ്ങിത്തരാൻ ഇന്ന് നമ്മോടൊപ്പം ചെയ്തവരുണ്ട്. ഏറ്റവും നല്ല മികച്ച തുടക്കമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തങ്ങളുടെ ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുവാനും നിങ്ങളോട് സംവദിക്കാനും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. We have now reached the most awaited moment of today's program. It's my great pleasure to invite our esteemed guest, Sayyid Umar Jalil Al-Sani Jalil Tamal, to officially inaugurate Alif Lam. Bismillahirrahmanirrahim. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatam min lisani yafqahu qawli. Alhamdulillah. Thumma alhamdulillah. Wassalatu wassalamu ala sayyidina al-Mustafa wa ala alihi ahli as-sidqi wal wafa amma ba'd. സർവാദരങ്ങൾ നിറഞ്ഞ പണ്ഡിതന്മാർ, കാരണവന്മാർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, അധ്യാപകർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സലാം പറഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. സന്തോഷം വളരെ സന്തോഷമുള്ള പ്രിൻസിപ്പളും സദറുസ്ഥാനും ഒക്കെ പറഞ്ഞതുപോലെ വളരെ സന്തോഷമുള്ള മുഹൂർത്തത്തിലാണ് നമ്മളുള്ളത്. ഈ ഒരു തുടക്കം നന്നായാൽ നമ്മുടെ ജീവിതം നന്നാവുന്ന ഉറപ്പാണ്. അല്ലാഹു അതിനെ തൗഫീഖ് ചെയ്യട്ടെ. ഒരു 4-5 വിഷയം, ഒരു പോയിന്റുകൾ നിങ്ങളോട് ഉണർത്തി നമ്മളെ ഈ വിദ്യാരംഗത്തിൻ്റെ കർമ്മങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഒരു 5 പോയിന്റ് എൻ്റെ രക്ഷിതാക്കളെ ഓർമ്മപ്പെടുത്തുക. 1, കുട്ടി വിജയിക്കണം. പക്ഷേ വിജയത്തിൻ്റെ അർത്ഥം എന്താണ്? 2, പണം സമ്പാദിക്കാൻ പഠിപ്പിക്കുക.
പക്ഷേ പണം എങ്ങനെ ഉപയോഗിക്കണമെന്ന് ആരാണ് പഠിപ്പിക്കുന്നത്? 3, ഇന്നത്തെ ലോകം ബുദ്ധിമാന്മാരെ സൃഷ്ടിക്കുന്നു. എന്നാൽ പരിശുദ്ധ ഇസ്ലാം നല്ല മനുഷ്യരെ സൃഷ്ടിക്കുന്നു. 4, ഒരു കുട്ടിയുടെ CV നിർമ്മിക്കുന്നതിന് മുമ്പ് ആ കുട്ടിയുടെ ക്യാരക്ടർ നിർമ്മിക്കാനാണ് നാം ശ്രമിക്കേണ്ടത്. ഈ സ്കൂൾ 5ാമത്തത് ഈ കുതുബുസ്സമാൻ എന്ന സുന്ദരമായ നാമത്തിലുള്ള ഈ സ്കൂൾ ജോലി മാത്രമല്ല ലക്ഷ്യം വെക്കുന്നത്, ജീവിതമാണ് ഈ സ്കൂളിന്റെ ലക്ഷ്യം. ചെറിയൊരു വിശദീകരണം ഈ 5 പോയിന്റുകൾ. 1, കുട്ടി വിജയിക്കണം, വേണ്ടേ? എന്നാൽ വിജയം എന്നാൽ എന്താണ്? പലപ്പോഴായി പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണയാണ് ആഖിറത്തെ മാത്രം ആലോചിച്ച് ജീവിക്കുക, ആഖിറ മാത്രം മതി, ദുനിയാവ് പരിഗണിക്കേണ്ടതില്ല എന്നൊരു അജണ്ട പരിശുദ്ധ ഇസ്ലാമിലില്ല എന്ന് ഈ കുതുബുസ്സമാൻ പിന്നിട്ട വഴികളിൽ തെളിയിച്ചിട്ടുണ്ട്. അല്ലാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരുമാറാകട്ടെ. വിജയം എന്ന് പറയുന്നത് ദുനിയാവിനെയും ആഖിറത്തിനെയും സമാനമായി കൊണ്ടുപോകുമ്പോഴാണ്. ഒരു വിമാനത്തിന്റെ ഒരു ചിറക് കൊണ്ട് വിമാനത്തിന് പറക്കാൻ കഴിയില്ല. 2 ചിറകുകൾ ഉണ്ടാകുമ്പോഴാണ് വിമാനത്തിന് പറക്കാൻ കഴിയുന്നത്. അതുപോലെ ആഖിറം മാത്രമല്ല, ദുനിയാവുള്ള ചിറകുകൾ കൂടുമ്പോഴാണ് നമ്മളെ മക്കൾ, നമ്മളെ കുടുംബം, ഈ ലോകം ഉത്തുംഗതയിലേക്ക് പറക്കുന്നത്. പരിശുദ്ധ ഇസ്ലാമിന്റെ വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ ഖസസിൽ വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ വലാ തൻസാ നസീബക മിനദ് ദുനിയ. എന്തൊരു അർത്ഥമുള്ള രസമുള്ള വാക്കാണിത്. വബ്തഗി, ഓ മുഅ്മിനീങ്ങളെ, ഓ മനുഷ്യരെ, നിങ്ങൾ തേടണം. ഫീമാ ആതാകല്ലാഹു, നിങ്ങൾക്ക് അല്ലാഹ് തന്നതിൽ തേടണം. എന്തിനെ? ദാറൽ ആഖിറ, അനന്തമായി. ഇതൊരു 70, 80, 100 വർഷമാണ് ഇവിടെ. പക്ഷെ ഇവിടേക്കുള്ള ജീവിതം എന്തിനാണ്? നാളെ എറ്റേണിറ്റിയുള്ള അനന്തമായ ലോകത്തേക്ക് ഇവിടെ നിങ്ങൾ തേടണം. എന്നിട്ട് അതൊന്നും നിർത്തിയില്ല. വലാ തൻസാ നസീബക മിനദ് ദുനിയ. ദുനിയാവിലെ കുടുംബം നോക്കാതെ, മക്കളെ നോക്കാതെ, ഞാൻ ഒറ്റക്കാണെന്ന ഒരു ചിന്തയിൽ നടക്കരുത്. കുടുംബം നോക്കണം, ജോലി ചെയ്യണം, നല്ല ഉയർച്ചകളിലേക്ക് നീ കയറണം. വലാ തൻസാ നസീബക ഫിദ് ദുനിയ. ഡോക്ടറാകണം, എഞ്ചിനീയറാകണം, വക്കീലാകണം, മുദരിസാകണം. സമൂഹത്തിന്റെ നിഖില മേഖലകളിലും നിന്റെ ഉത്തരവാദിത്തങ്ങൾ, ഓഹരികൾ നിങ്ങൾ മറന്നു പോകരുതെന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ, കുട്ടിയെ ഡോക്ടറാക്കുന്നത് ഒരു വിജയം തന്നെയാണ്. പക്ഷെ അത് ഏറ്റവും വലിയ വിജയം അതല്ല. രോഗിയെ തിരിച്ചറിയുന്ന, ആഖിറത്തിനെ മനസ്സിലാക്കുന്ന ഒരു ഡോക്ടറാണ് ഏറ്റവും വലിയ വിജയം, അല്ലേ? അതാണ് ഈ സ്കൂൾ നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അല്ലാഹു ആ വിജയം നേടിയെടുക്കാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. 2, പണം സമ്പാദിക്കണം, അത് പഠിപ്പിക്കണം. പക്ഷേ പണം എങ്ങനെ ഉപയോഗിക്കണമെന്ന് ആരാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്? പ്രിയപ്പെട്ട
ബ്രേക്ക് വേണം. ബ്രേക്ക് ഇല്ലാത്ത കാറ് അപകടത്തിൽ പെടുമെന്ന് ആർക്കാ സംശയമുള്ളത്? ഇന്ന് ലോകത്തെ പണം സമ്പാദിക്കാൻ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ ധാരാളമുണ്ട്. പക്ഷേ ഹലാലായ സമ്പാദ്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ, സകാത്തുകൾ, പാവപ്പെട്ട മനുഷ്യർക്ക് എന്റെ സമ്പത്തിൽ അവകാശമുണ്ടെന്നും കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു സംവിധാനം. ഒരു കുട്ടിക്ക് പണം സമ്പാദിപ്പിക്കാൻ പഠിപ്പിച്ചാൽ പോരാ, ആ പണത്തെ എവിടെയാണ് ഉപയോഗിക്കേണ്ടത്, അതിന്റെ അടിമയായി മാറാനുള്ള ശ്രമം എങ്ങനെയായിരിക്കണമെന്ന് പഠിപ്പിക്കുന്ന സുന്ദരമായ ഒരു സ്കൂളിന്റെ മടിത്തട്ടിലാണ് രക്ഷിതാക്കളെ, നിങ്ങളെ പൊന്നുമക്കളെ നിങ്ങൾക്ക് ഉണ്ടാക്കുന്നത്. വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനം. നമ്മൾ കേട്ട് സന്തോഷിക്കുന്ന ആയത്താണ് സൂറത്തുൽ അത്തകാസുറിൽ 8-ാമത്തെ ആയത്ത്. ഓർക്കണം, നമ്മളെപ്പോഴും പഴകിയോ നാവിന് വഴക്കം തന്ന ആയത്താണ്. അർത്ഥം പറയണം നിങ്ങൾ. നിങ്ങൾക്കും എനിക്കും അല്ലാഹു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് അല്ലാഹുവിന്റെ അടുക്കൽ ചോദ്യം ഉണ്ടാവും. മുത്തുനബി തങ്ങൾ ഇതിനെ വിശദീകരിച്ച് ഇങ്ങനെയാണ്: ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ ഹത്താ യുസ്അലു അൻ മാലിഹി മിൻ ഐന ഇക്തസബ വഫീമ അൻഫഖ. അർത്ഥം, ഖിയാമത്ത് നാളിൽ നമ്മളുടെ പരീക്ഷണത്തിന് വേണ്ടി വന്നതാണ്. അല്ലാഹു നമ്മളൊക്കെ ഒരു വലിയ ഇന്റർവ്യൂ അല്ലെങ്കിൽ പരിശോധനക്ക് മഹ്ശറയിൽ നിർത്തിയിട്ട് അല്ലാഹ് നമുക്ക് തന്ന സമ്പാദ്യങ്ങളെ കുറിച്ച്, നമ്മളെ മക്കൾക്ക് നൽകിയ സമ്പാദ്യങ്ങളെ കുറിച്ച് ചോദിക്കും. മിൻ ഐന ഇക്തസബ, നീ എവിടെ നിന്നുണ്ടാക്കി? വഫീമ അൻഫഖ, നീ എവിടെ ചെലവഴിച്ചു? ഇത് കൃത്യമായി പഠിപ്പിക്കുന്ന സുന്ദരമായ ഒരു സ്ഥാപനമാണ് നമ്മുടെ സ്ഥാപനം. അള്ളാഹു അത് ഏറ്റുപിടിച്ച് സന്തോഷത്തോടെ 10 വർഷങ്ങൾ കഴിഞ്ഞ് അല്ലെങ്കിൽ 12 വർഷങ്ങൾ കഴിഞ്ഞ് സന്തോഷത്തോടെ ഒരു പ്രതിഭയെ കൈപിടിച്ച് ഈ സ്ഥാപനത്തിൽ നിന്ന് പിരിഞ്ഞു പോകാൻ കരുത്ത് നൽകുമാറാകട്ടെ. മൂന്നാമത്തത്, ഇന്നത്തെ ലോകം ശരിയാണ്, ബുദ്ധിമാന്മാരെ സൃഷ്ടിക്കുന്നുണ്ട്. എന്നാൽ പരിശുദ്ധ ഇസ്ലാം നല്ല മനുഷ്യരെയാണ് സൃഷ്ടിക്കുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഫഖൻ നബിയ്യീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാലുഹു ഫീ ഇൽമിൻ വലാ കറമി. തങ്ങളോളം സൗന്ദര്യമുള്ള ബാപ്പയെ, ഭർത്താവിനെ, മോനെ, കൂട്ടുകാരനെ ചരിത്രത്തിൽ താളുകളിൽ പരതി നോക്കിയാൽ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. ലോകത്തിന്റെ നേതാവ് പഠിപ്പിച്ചു, ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. സൽസ്വഭാവമുള്ള, മാന്യതയുള്ള സ്വഭാവത്തെ പൂർത്തീകരിക്കാനാണോ എന്റെ അല്ലാഹു പറഞ്ഞയച്ചത്? ഭാര്യയോട്, ഉമ്മയോട്, പെങ്ങളോട്, ഉപ്പയോട് അത് നമ്മളെ മക്കളിൽ പുലർത്താൻ തൗഫീഖ് നൽകുമാറാകട്ടെ. മൂർച്ചയുള്ള കത്തി അത് നല്ല ആളെ കയ്യിൽ കിട്ടിയാൽ നല്ലതിന്റെ വേണ്ടി ഉപയോഗപ്പെടുത്തും. എന്നാൽ ചീത്ത മനുഷ്യന്റെ കയ്യിൽ കത്തി കിട്ടിയാൽ ദുർവിനിയോഗം ചെയ്യുമെന്ന് ഇന്നത്തെ മീഡിയകൾ നമുക്ക് പാഠം തരുന്നുണ്ട്. പല നമ്മളെ പോലെയുള്ള മക്കളുടെ പേരുകളും ഇന്ന് മീഡിയകളിൽ വരാറുണ്ട്. അവർക്കും ഒരു ഉമ്മയുണ്ട്, അവർക്കും ഒരു ബാപ്പയുണ്ട്. ഓർമ്മ ഈ സദസ്സിലുള്ള പാരന്റ്സിനും ഈ പ്രസംഗിക്കുന്ന എനിക്കും വേണം. എന്റെ പൊന്നുമോൻ അങ്ങനല്ല, ഒരു മനുഷ്യനായി മാറണം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് വലിയ വലിയ അഴിമതികൾ നടക്കുന്നത് അറിവില്ലാത്തവരിലല്ല, വിദ്യാഭ്യാസമുള്ളവരാണ് അഴിമതിയുടെ മുൻപന്തിയിൽ നിൽക്കുന്നത്. അറിവുകൊണ്ട് നമുക്ക്
നമുക്ക് തിന്മകൾ ഉണ്ടാകുമെന്ന് അത് വലിയ ഉദാഹരണമാണ്. അതുകൊണ്ട് തന്നെ സ്വഭാവമില്ലാത്ത, മനുഷ്യ സ്നേഹമില്ലാത്ത വ്യക്തികളെ കൊണ്ട് ഒരു കാര്യവും ലോകത്തിലില്ല. അതുകൊണ്ട് തന്നെ സ്കൂൾ, പല സ്ഥാപനങ്ങളും കുട്ടികളെ തലച്ചോറിനെ വളർത്തുമ്പോൾ ഈ പരിശുദ്ധമായ നമ്മുടെ സ്കൂൾ കുട്ടിയുടെ മനസ്സാക്ഷിയാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നേടാൻ, അറിയാൻ, മനസ്സിലാക്കാൻ, അനുഭവിക്കാൻ അല്ലാഹു നമുക്ക് ആയുസ്സ് തരുമാറാകട്ടെ. ആയുസ്സ് തരുമാറാകട്ടെ. അല്ലാഹു ആയുസ്സ് തരുമാറാകട്ടെ. നാലാമത്തത്, കുട്ടിയെ CV നിർമ്മിക്കാൻ നമ്മൾ CV നിർമ്മിക്കുന്നതിന് മുമ്പ്, CV എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ അവരുടെ സർട്ടിഫിക്കറ്റുകൾ, അവരുടെ ക്വാളിഫിക്കേഷൻസുകൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതിന് മുമ്പ് അവരുടെ സ്വഭാവം നമ്മൾ നന്നാക്കണം. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. രഹസ്യ ജീവിതം, പകൽ മാന്യന്മാരെ സമൂഹത്തിന് ഇഷ്ടമില്ല. ലോകത്തിന്റെ നേതാവ് പറഞ്ഞു, ലോകത്തിൽ സമൂഹത്തിൽ വലിയ നേതാവാണ് അവൻ. പക്ഷേ മുത്തനബിതങ്ങൾ പറഞ്ഞു, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. ഭാര്യ നല്ലത് പറയുന്ന മോണ്ടോ അല്ലെങ്കിൽ ഭർത്താവുണ്ടോ, കൂട്ടുകാരുണ്ടോ, കുടുംബമുണ്ടോ, ദാറ്റ് ഈസ് വെരി ഗുഡ്. നമ്മളെ മക്കൾ അങ്ങനെ ആകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഒരു കെട്ടിടത്തിന് നല്ല പെയിന്റ് അടിച്ചു, നല്ല മിനുസമുണ്ടാക്കിയാൽ കാണാൻ ചന്തമാണ്. അടിത്തറ ശരിയായില്ലെങ്കിൽ അത് പൊളിഞ്ഞു പോകും. അതിന്റെ ഏറ്റവും ബേസിക് ആണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളെ മക്കൾ ഡോക്ടറാകണം. നിന്റെ മോൻ ഡോക്ടറാണോ? അല്ലെങ്കിൽ ചോദിക്കണം, can you speak English? I can speak English very fluently. ചോദിച്ചോളൂ. പക്ഷേ അതിന് മുമ്പ് നിങ്ങൾ ചോദിക്കേണ്ടത്, നിങ്ങളുടെ മോൻ സത്യം പറയുമോ, നിസ്കരിക്കുമോ, മാതാപിതാക്കളെ പിൻപറ്റുമോ, മാതാപിതാക്കളെ അനുസരിക്കുമോ? ഇങ്ങനെ ജോലി മാത്രമല്ല ലക്ഷ്യം വെക്കുന്നത്, ജോബ് മാത്രമല്ല ലക്ഷ്യം വെക്കുന്നത്, പിന്നെ ജീവിതമാണ്. ഈ അവസാനം വരെ അതിന്റെ ശേഷമുള്ള ജീവിതമാണ് ഈ നമ്മുടെ സ്ഥാപനത്തിന്റെ ലക്ഷ്യം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അതിന്റെ ആയത്താണ് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന. പരിശുദ്ധ ഇസ്ലാം അവിടെ നിർത്തിയില്ല. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. അല്ലാഹു നമുക്ക് റഹ്മത്തിന്റെ വാതിലുകൾ തുറന്നുമാറാകട്ടെ. ഇതാണ് ഇസ്ലാമിക വിദ്യാഭ്യാസം. ദുനിയാവും വേണം, ആഖിറവും വേണം. ഇതിനെ രണ്ടും കൂടി സമഞ്ജസപ്പെടുത്തുമ്പോഴാണ് വിജയം ഉണ്ടാവുള്ളൂ. ഒരു വിലപിടിപ്പുള്ള നല്ലൊരു ഫോൺ നമ്മൾ വാങ്ങി, അതിൽ ചാർജ് ഇല്ലെങ്കിൽ കാര്യമുണ്ടോ? എന്നാൽ കറണ്ട് ഉണ്ട്, ഫോൺ കൈവരില്ല, കാര്യമുണ്ടോ? ഇല്ല. ഫോൺ വേണം, ചാർജും വേണം. ഇതേ പ്രകാരം തന്നെ ഡിഗ്രി ഉണ്ടായിക്കോട്ടെ, നല്ലതാണ്. നല്ല നല്ല ജോലി ഉണ്ടായിക്കോട്ടെ, നല്ലതാണ്. പണം ഉണ്ടാകണം. പക്ഷേ ഈ ലോകത്ത് കൊടൈക്കനാലിൽ രസമുണ്ട്, ഊട്ടിക്കൊരു രസമുണ്ട്, കാശ്മീരിന്റെ ബ്യൂട്ടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ സൗന്ദര്യങ്ങളൊക്കെ പടച്ച അല്ലാഹുവിന് ഇന്നല്ലാഹ ജമാലുൻ ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. അല്ലാഹുവിന്റെ സൗന്ദര്യത്തെ തിരിച്ചറിയുന്ന നല്ലൊരു മനുഷ്യനെയാണ് നമുക്ക് കാണേണ്ടത്. പണത്തിനും പൊന്നിനും അതുപോലെ ലോകത്തുള്ള എല്ലാ വസ്തുക്കൾക്കും സൗന്ദര്യമുണ്ട്. ഈ സൗന്ദര്യം സൃഷ്ടിച്ച റബ്ബിന് അതിനേക്കാളും സൗന്ദര്യമുണ്ടെന്ന് തിരിച്ചറിയുന്ന നല്ല മക്കളെയാണ് നമുക്ക് വേണ്ടത്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇവിടെ നടക്കുമ്പോൾ തീരുമാനിക്കേണ്ടത്, എന്റെ മകൻ ഡോക്ടറാകണം, ശരിയാണ്. എന്റെ മകൻ എഞ്ചിനീയർ ആകണം, പോരാ. രഹസ്യത്തിലും പരസ്യത്തിലും വീട്ടിലും പുറത്തും അല്ലാഹുവിനെ ഭയപ്പെടുന്ന നല്ലൊരു ഡോക്ടറാകണം.
മനുഷ്യരെ സ്നേഹിക്കുന്ന നല്ലൊരു എഞ്ചിനീയർ ആവണം. അറിവും സ്വഭാവവുമുള്ള നല്ലൊരു പൊന്നുമോനെ നമുക്ക് സമ്പാദിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ. തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എല്ലാവരും ഇനി നമ്മൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ തുടക്കം. ഞാൻ പറയുന്നത് പോലെ എല്ലാവരും പറയാം. രക്ഷിതാക്കളും മക്കള് സ്ഥലപ്പെട്ടെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. 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 رب اشرح لي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني ويفقه قولي. اللهم നമ്മളെ മക്കളെ തലയിൽ കൈവെക്കുക. اللهم رب زدنا علما وحلما وفهما وعقلا وأدبا وإيمانا كاملا. رب تمم رب تمم رب تمم بالخير والسعادة. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين قرة أعين قرة أعين وجعلنا للمتقين إماما. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم أوصل وبلغ مثل ثواب ما قرأناه وما مدحناه وما وعظناه بعد القبول منا أولا إلى حضرة حبيبك ورسولك المصطفى محمد صلى الله عليه وسلم، ثم إلى حضرات أهل الخير كلهم أجمعين، خصوصا منهم إلى حضرات ساداتنا البدريين والأحديين والخندقيين والحنينيين وسائر أصحاب رسول الله وأهل بيت رسول الله صلى الله عليه وسلم، خصوصا منهم إلى حضرة مولى الكبير سيد العلوي المنفرد وجدي وشيخي باحثا جبل الليل شهداء الشربي سيا ولي الله المدهور قدس الله أسرارهم، ثم إلى حضرات من دفن ومن مات ومن عاش في هذا البلد من السادات والصالحين كلهم أجمعين. اللهم إنا نسألك بحقهم وبجاههم وبقربهم. اللهم طهر قلوبنا من كل وصف يباعدنا عن مشاهدتك ومحبتك وشوق إلى لقائك يا الله يا رحمن يا الله. اللهم اجعل أولادنا أولاد الصالحين. اللهم اجعل أولادنا أولاد المتقين. اللهم اجعل أولادنا أولاد المخلصين. اللهم يا رحمن يا الله നീ ഞങ്ങൾക്ക് തന്ന മക്കൾ റബ്ബേ നിന്നെ തിരിച്ചറിയുന്ന മക്കളാക്കണേ അല്ലാഹ്.
റബ്ബേ റഹ്മാനെ വഴിവിട്ട വഴികെട്ട ജീവിതം നയിക്കുന്നവരാക്കല്ലേ അല്ലാഹ്. റബ്ബേ റഹ്മാനെ ഒരു കുട്ടിയെ ഏത് രൂപത്തിലാണോ പോറ്റേണ്ടത് ആ ഒരു കരുത്ത് ഈ രക്ഷിതാക്കൾക്ക് നൽകണേ അല്ലാഹ്. ചരിത്രത്താളുകളിൽ ഇതിഹാസങ്ങൾ തീർത്ത അമ്പറന്തങ്ങളും പാപ്പക്കൊരുമ്മയുണ്ട്, അതുപോലെ വടവൂർ ശൈഖുനാക്കൊരുമ്മയുണ്ട് റബ്ബേ, അതുപോലെ ഉപ്പയുണ്ട് റബ്ബേ, അതുപോലെ ഈ പൊന്നുമോന്റെ പൊന്നുമോളെ പാപ്പയാകാൻ, ഉമ്മയാകാൻ, ഇക്കാക്കയാകാൻ, വലിയുപ്പയാകാൻ, വലിയുമ്മയാകാൻ റബ്ബേ തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. പിന്നിട്ട വഴികളിൽ വന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണേ അല്ലാഹ്. ശിഷ്ടകാല ജീവിതം നിന്റെ പൊരുത്തത്തിലാക്കണേ അല്ലാഹ്. റബ്ബേ റഹ്മാനെ ഞങ്ങളെപ്പോലെ ഇതുപോലെ ഞങ്ങളെ റബ്ബേ വിദ്യാലയത്തിൽ കൊണ്ടുചെന്നാക്കിയ ഞങ്ങളെ രക്ഷിതാക്കൾ റബ്ബേ എൻ്റെ ഉപ്പയടക്കം ഖബറിലാണ്, അവർക്ക് സ്വർഗ്ഗം കൊടുക്കണേ അല്ലാഹ്. നാളെ സ്വർഗ്ഗത്തിൽ നിന്ന് കണ്ടുമുട്ടാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന അധ്യാപകർക്ക് നീ മൂല്യം നൽകണേ അല്ലാഹ്. എല്ലാ ഒത്താശയും ചെയ്യുന്ന കമ്മിറ്റി ഭാരവാഹികൾക്ക് നീ കരുത്തു നൽകണേ അല്ലാഹ്. റബ്ബേ നാളെ ഭാവി ഉന്നതിയുടെ ഔന്നിത്യങ്ങൾ കരസ്ഥമാകുന്ന റബ്ബേ വലിയ വിജയങ്ങളെ റബ്ബേ പരവധാനിയിൽ നീങ്ങുന്ന മക്കളായി റബ്ബേ സന്തോഷം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ യുക്തിവാദികളാക്കല്ലേ അല്ലാഹ്, വർഗീയവാദികളാക്കല്ലേ അല്ലാഹ്. ലഹരി മാഫിയക്ക് വേട്ടക്ക് ഞങ്ങളെ മക്കളെയും പിടികൊടുക്കല്ലേ അല്ലാഹ്. റബ്ബേ റഹ്മാനെ അഷ്റഫുൽ ഖൽഖ് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ് ത്വഹ റസൂലുള്ളാഹ്, ലോകത്തെ ഏറ്റവും സൗന്ദര്യത്തിന്റെ വിശ്വസ്വരൂപം, ആ തങ്ങളെ സ്നേഹിക്കുന്ന മദീനയായി ഞങ്ങളെ കൽബ് മാറ്റണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ കൽബ് മാറ്റണേ അല്ലാഹ്. ഞങ്ങളെ പ്രതീക്ഷകളാണ് ഞങ്ങളെ മക്കൾ, നീ നോക്കണേ അല്ലാഹ്. ചുറ്റുപാട് മലീമസമാണ്, മനസ്സാക്ഷിയുള്ള ഒരു പൊന്നുമോനെ പൊന്നുമോളെ റബ്ബേ ഞങ്ങൾക്ക് കാണാൻ, കൺകുളിർക്ക് കാണാൻ ഈ ഖുതുബുസ്സമാൻ ഇതുവരെ ചരിത്രം തീർത്തിട്ടുണ്ട്. ആ ചരിത്രത്തിലേക്ക് എന്റെ പൊന്നുമോനെയും മോളെയും ചേർത്ത് വെക്കാനുള്ള തൗഫീഖ് സൗഭാഗ്യം നീ നൽകണേ അല്ലാഹ്. ആഖിബത്ത് നന്നായി ഈ ലോകത്ത് നിന്ന് വിട പറയാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇതുപോലെ പഠിക്കാൻ കഴിയാത്ത ലോകത്തുള്ള പല ഭാഗങ്ങളിലുമുള്ള ഞങ്ങളെ കൂട്ടുകാരെ മക്കളുണ്ട്, അവർക്കൊക്കെ നീ സമാധാനം നൽകണേ അല്ലാഹ്. ഈ ഇന്ത്യ രാജ്യത്ത് നൽകണം അല്ലാഹ്. ഞങ്ങളെ വീട്ടിലും നാട്ടിലും ലോകത്തും നീ സമാധാനം നൽകണേ അല്ലാഹ്. വേറിട്ട് പൂതിരിയാത്തൊരു സദസ്സ് നീ സ്വീകരിക്കണേ റബ്ബേ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين الله واجعلنا للمتقين اماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. ദ്വാരക്കണം, കൂടിയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം, എപ്പോഴെങ്കിലും കാണുമ്പോൾ പരിചയം കാണിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Thank you for inaugurating this beautiful program. ആദ്യാക്ഷരം തങ്ങളെ കുറിച്ച് കൊടുക്കുന്നു. ആദ്യാക്ഷരം കുറിക്കാൻ വേണ്ടിയിട്ട് അലൻ ഐബൻ MC LKGE, ഉമേർ PM LKGE, മുഹമ്മദ് റാസി ടി LKGF വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മുഹമ്മദ് റാസി ടി LKGF, ഉമേർ PM LKGE, അലൻ ഐബൻ MC LKGE.